വെച്ചിട്ടും ബ്ലഡ് ഗ്രൂപ്പിംഗ് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലേ? കൊടുക്കുന്ന ആന്റിജനും ആന്റിബോഡിയൊക്കെ മനസ്സിലായി മിസ്സേ. കൊടുക്കൽ വാങ്ങൽ ആൻഡ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് കൺഫ്യൂഷൻ. എങ്കിൽ ഇതാ ഇപ്പൊ ശരിയാക്കി തരാം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്? ആന്റിജനെ ആന്റിബോഡി വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ആദ്യം പഠിച്ചു വെക്കണം. സോ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ബ്ലഡ് ഓർ ഇറ്റ്സ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് രക്തങ്ങളോ രക്തഘടകങ്ങളോ ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ രക്തനിവേശനം അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ്. നമുക്കറിയാം എന്താണ്, 18 വയസ്സിന് മുന്നിൽ 60 വയസ്സിനിടയിലുള്ളവരാണ് കൊടുക്കുന്നത്. പ്രഗ്നന്റ് ലേഡീസ്, മുലി കൂട്ടുന്ന അമ്മമാരൊന്നും രക്തം കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും അസുഖവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരും രക്തം കൊടുക്കാൻ പാടില്ല. ആൻഡ് മെൻസ്ട്രേഷൻ ടൈമിലും സ്ത്രീകൾ എന്ത് കൊടുക്കാൻ പാടില്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ 3 മാസം കൂടുമ്പോഴാണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഹീമോഗ്ലോബിൻ്റെ ലെവലും എന്തായിരിക്കണം, 12.5 മേലെ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ് രക്തം കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ആൻറ്റിജൻ വെച്ചിട്ടാണ് നമ്മൾ രക്തഗ്രൂപ്പ് പറയുന്നതെന്ന് ഓർത്ത് വെക്കുക. അതായത് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആൻറ്റിജൻ എ ആണ്, അതായത് RBC എന്ന് പറയുന്ന ബ്ലഡിലുള്ള ആൻറ്റിജൻ എ ആണെങ്കിൽ അത് എ ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി ഇതിന് പകരം ബി ആണ് എങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. എയും ബിയും ഉണ്ട് എങ്കിൽ ഇത് AB ബ്ലഡ് ഗ്രൂപ്പാണ് വരിക. ആൻറ്റിജൻ ഒന്നുമില്ല എങ്കിലോ ഇത് O ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ D ആൻറ്റിജനും കൂടെ ഉണ്ട് എങ്കിൽ അതെന്താണ്, പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ A ആൻറ്റിജനും B ആൻറ്റിജനും D ആൻറ്റിജനും ഉണ്ടെങ്കിൽ ഇത് ഏത് ബ്ലഡ് ഗ്രൂപ്പായി, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പായി. പകരം ഇവിടെ നിങ്ങൾ നോക്കിക്കോ, Aയും Dയും ആണ് ആൻറ്റിജൻ എങ്കിലോ, Aയും Dയും ആണ് ആൻറ്റിജൻ എങ്കിൽ A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. D ആൻറ്റിജൻ ഇല്ല എങ്കിലോ അപ്പം അതെന്തായി മാറി, അത് A നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പായി. ഇതുപോലെയാണ് പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കേണ്ടത്. ഇനി ആൻറ്റിബോഡിൻ്റെ കാര്യം വരുമ്പോൾ RBCയിലാണ് ആൻറ്റിജൻ എങ്കിൽ പ്ലാസ്മയിലാണ് ആൻറ്റിബോഡി വരുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും. നോക്കിക്കോ, വാട്ട് ഓൺ ദ ബേസിസ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഞാൻ പറഞ്ഞു D ആൻറ്റിജനും അതുപോലെ തന്നെ RH ഘടകവും ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇല്ലെങ്കിൽ എന്താണ്, നെഗറ്റീവാണ്. ഇനി ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? രക്തം പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ സ്വീകരിക്കുന്ന രക്തത്തിലെ ആൻറ്റിജൻ സ്വീകർത്താവിൻ്റെ പ്ലാസ്മയിലെ ആൻറ്റിബോഡിയുമായി പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതായത് റിസീവ് ചെയ്യുന്ന ആൾ, ആൻറ്റിജൻ ഇൻ ദ റിസീവ്ഡ് ബ്ലഡ്, സ്വീകരിക്കുന്ന ആളുടെ ആൻറ്റിജൻ ഏതാണെന്ന് നോക്കണം, കൊടുക്കുന്ന ആളുടെ ആൻറ്റിബോഡിയും ആണ് നോക്കേണ്ടത്. അതായത് റെസിപ്പിയന്റിന്റെ ആൻറ്റിജനും ഡോണറിന്റെ ആൻറ്റിബോഡിയും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇപ്പൊ കൊടുക്കുന്ന ഡോണർ, ഓക്കെ, കൊടുക്കുന്ന ആളാണ് ഡോണർ, വാങ്ങുന്ന ആളാണ് എന്താ, റെസിപ്പിയന്റ് എന്ന് നമ്മൾ പറയുന്നത്, റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അപ്പം ഡോണറിന്റെ ആൻറ്റിജനിൽ A ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. ഡോണറിന് കൊടുക്കുന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് വിചാരിക്കുക. റെസിപ്പിയന്റിന്റെ ആള് B ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. അപ്പൊ Aയിലെ ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആണ്, റെസിപ്പിയന്റിന്റെ എന്ന് പറയുന്നതോ B ആൻറ്റിജനുമാണ്. ഓക്കെ, അതിലൊരു ഡൗട്ടും ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഡോണർ കൊടുക്കുന്ന ആളുടെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് Aയും കൊടുക്കുന്ന ആളുടെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ബിയും വാങ്ങുന്ന ആളുടെ ആൻറ്റിജനും ബിയും ആണെങ്കിൽ ഇത് തമ്മിൽ ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊടുക്കുന്ന ആളുടെ ആൻറ്റിബോഡിയും വാങ്ങുന്ന ആളുടെ ആൻറ്റിജനും കൂടെ തമ്മിൽ സെയിം ആവരുത്. ഇപ്പം മിസ് പറയുകയാണെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ ആൻറ്റിബോഡി, അതായത് നമ്മൾ സ്വീകരിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. AB പോസിറ്റീവുകാരൻ്റെ പ്രത്യേകത എന്താ, അയാൾക്ക് A ആൻറ്റിജനും ഉണ്ട്, B ആൻറ്റിജനും ഉണ്ട്, D ആൻറ്റിജനും ഉണ്ട് അല്ലെ. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ, A ആൻറ്റിജനും ഉണ്ട്, B ആൻറ്റിജനും ഉണ്ട്, D ആൻറ്റിജനും ഉണ്ട്. ഇവർക്ക് ആൻറ്റിബോഡി ഉണ്ടോ, ഇല്ല, നോ ആൻറ്റിബോഡിയാണ്, ആൻറ്റിബോഡി ഒന്നും തന്നെ ഇവർക്ക് ഇല്ല. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പറയുന്ന ആൻറ്റിബോഡി ഒന്നുമില്ല, ബട്ട് എല്ലാ ആൻറ്റിജനും ഉണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. കാരണം എന്താ, ആൻറ്റിജൻ ഇൻ ദ റിസീവ്ഡ് ബ്ലഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആൻറ്റിബോഡി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റിസീവ് ചെയ്യുന്ന ആളുമായിട്ട് റിയാക്ട് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, AB പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എന്താണ്, റെസിപ്പിയന്റ് ആണ്, ആരുടെ അടുത്തുനിന്നും രക്തം സ്വീകരിക്കാം. O നെഗറ്റീവ് എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താ, O നെഗറ്റീവ് ആണെങ്കിലോ, O നെഗറ്റീവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻറ്റിജൻ
എന്തില്ല, എയും ഇല്ല, ബിയും ഇല്ല, ഡിയും ഇല്ല. അതുകൊണ്ട് ആൻറ്റിജൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരുടെ അടുത്തും പോവാം. കാരണം ഏതാളുടെ അടുത്ത ബോഡി പോയാലും അവരുടെ ആൻറ്റിബോഡി ആയിട്ടും ഈ ഒരു ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കിക്കേ. ബാബുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ്, സാബുവിൻ്റേത് AB നെഗറ്റീവാണ്, റീനയുടെ O പോസിറ്റീവാണ്. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ നോക്കുക, ബാബു ബി പോസിറ്റീവുകാരനാണ്. ബി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ബി ആൻറ്റിജനും ഉണ്ട്, ഡി ആൻറ്റിജനും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ബി പോസിറ്റീവ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ബിയും ഡിയും സെയിം ആളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കാം. O ഗ്രൂപ്പ് ഒന്നും സ്വീകരിക്കാം, അല്ലേ? O ഗ്രൂപ്പ് ഒന്നും സ്വീകരിക്കാം, O പോസിറ്റീവ് ഒന്നും സ്വീകരിക്കാം, O നെഗറ്റീവ് എന്ന് സ്വീകരിക്കാം. കാരണം എന്താ, ഇവിടെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഡി ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് O പോസിറ്റീവ് സ്വീകരിക്കാം. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ ഇല്ല എന്നല്ലേ, അതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. O സ്വീകരിക്കുക. ആൻറ്റിജൻ ഒന്നും ഇല്ലാത്ത ആളാണ് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ അയാളുടെ അടുത്തുനിന്ന് എന്ത് ചെയ്യാം, ബി പോസിറ്റീവുകാരൻ്റെ ബ്ലഡ് സ്വീകരിക്കാം. ഇനി രണ്ടാമത്തെ ആൾ നോക്കിയേ, സാബു AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാബുവിൻ്റെ കാര്യം നോക്കാം. സാബുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പം എന്താ പ്രത്യേകത, A ആൻറ്റിജനും B ആൻറ്റിജനുമാണ് ഉള്ളത്, D ആൻറ്റിജൻ ഇല്ല. അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ AB നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം, A നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാം. കാരണം എന്താ, ഈ പറയുന്ന റിസീവ് ചെയ്യുന്ന ആളുടെ ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ അവിടെ B ആൻറ്റിബോഡിയും B ആൻറ്റിബോഡിയാണ് ഉള്ളത്. അപ്പം പ്രശ്നമില്ല, A നെഗറ്റീവ് എന്ന് സ്വീകരിക്കാം, B നെഗറ്റീവ് എന്ന് സ്വീകരിക്കാം, O നെഗറ്റീവ് എന്ന് സ്വീകരിക്കാം. കാരണം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ് ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പം റിസീവ് ചെയ്യാം. കാൺ റിസീവ് പോസിറ്റീവ് ഗ്രൂപ്പ് സിൻസ് ദേ കണ്ടെയ്ൻ. സ്വീകരിക്കാൻ പറ്റുമോ? AB നെഗറ്റീവ് കാരണം പോസിറ്റീവ് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നെഗറ്റീവ് ബ്ലഡ് ഉള്ള ഒരാൾക്ക് പോസിറ്റീവ് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡി ആൻറ്റിജൻ വന്നാൽ ഇയാളുടെ ബോഡിയിൽ റിയാക്ഷൻ നടക്കും. ക്ലിയർ? അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് പോസിറ്റീവായ ബ്ലഡ് നിന്ന് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ പോസിറ്റീവായ ഒരാൾക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവിൻ്റെ നിന്ന് സ്വീകരിക്കാൻ പറ്റും. മിസ് A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരിയാണ്, മിസ്സിന് A നെഗറ്റീവുകാരുടെ അടുത്തൊന്നും സ്വീകരിക്കും. കാരണം എന്താ, നെഗറ്റീവ് എന്ന് വരുമ്പോൾ ഒരു പോസിറ്റീവ് RH ഫാക്ടർ ഇല്ലാത്ത ആളാണ്. അയാൾ വന്നെന്ന് വിചാരിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ആൻറ്റിജൻ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. A ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിബോഡി ഒന്നും റിയാക്ട് ചെയ്യാനുമില്ല, സോ അവിടെ കുഴപ്പം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവുകാരൻ എന്ത് ചെയ്യാം, പോസിറ്റീവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റില്ല, ബട്ട് പോസിറ്റീവുകാരനെ നെഗറ്റീവിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. അതാണ് പോസിറ്റീവ് നെഗറ്റീവ് റിലേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, റീന എന്ന് പറയുന്ന O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരിയാണ്, അല്ലെ? റീന O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിയാണെങ്കിൽ റീനയ്ക്ക് ആരുടെ അടുത്ത് നിന്ന് ബ്ലഡ് സ്വീകരിക്കാം, ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കേണ്ടത്. ആർക്കൊക്കെ കൊടുക്കാം, ആർക്കൊക്കെ വാങ്ങാം, പോസിറ്റീവ് നെഗറ്റീവ് ഓർത്ത് വെക്കുക. സോ ആൻറ്റിബോഡിന്റെ റിയാക്ഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം. AB പോസിറ്റീവ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ആരുടെ അടുത്തുനിന്നും സ്വീകരിക്കാൻ കഴിയുന്ന ആളാണ്, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. O നെഗറ്റീവ് എന്ന ബ്ലഡ് ഗ്രൂപ്പ് ആർക്കും കൊടുക്കാം, കാരണം ആൻറ്റിജൻ ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ആർക്കും കൊടുക്കാൻ സാധിക്കുമെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. സോ ഈ ABയും Oനെയും കണ്ണിൽ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പിന് ചോദിച്ച് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. റെഡി? അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.